എനിക്കെന്തോ അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല. ഞാൻ അയാളെ നിർബന്ധിച്ച് കൂടെ കൂട്ടി. ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ പകലെല്ലാം ആദിത്യൻ വെറുതെ അറിഞ്ഞു തിരിഞ്ഞു നടന്നു. അതും അടുത്തപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് എഴുതിയായിരിക്കണം അയാൾ ചില്ലറ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി. എന്തൊക്കെയോ സങ്കടങ്ങൾ അലട്ടുന്ന ആദിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. അയാളുടെ മനസ്സിലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കാനുള്ള എൻ്റെ ശ്രമം ഒടുവിൽ വിജയിച്ചു. അയാളുടെ ഉള്ളിൽ ഒരു കനൽ കെടാതെ ബാക്കിയുണ്ടെന്ന് അന്ന് ഞാൻ റിയലൈസ് ചെയ്തു. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഈവനിങ് ക്ലാസ്സിന് ഞാൻ അയാളെ കൊണ്ടുപോയി ചേർത്തു. ഈവനിങ് ക്ലാസ്സിൽ പോകുന്ന സമയം ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ അവൻ ഹാർഡ് വർക്ക് ചെയ്തു. ഫ്ലാറ്റിലെ സ്വസ്ഥമായ അന്തരീക്ഷത്തിലിരുന്ന് ഞാൻ പഠിച്ചപ്പോൾ ജോലികൾക്കിടയിൽ അവൻ എപ്പോഴാണ് പഠിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു.